ഹിന്ദി ടീച്ചർ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ DLED ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന ട്രെയിനിങ് കോഴ്സ്, അതായത് UP ലാംഗ്വേജ് ഹിന്ദി ടീച്ചർ എന്ന പോസ്റ്റിലേക്ക് ഇനി മുന്നോട്ടുള്ള PSC നോട്ടിഫിക്കേഷനിൽ വരാൻ സാധ്യതയുള്ള ട്രെയിനിങ് ക്വാളിഫിക്കേഷനാണ് DLED ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. നിലവിൽ അതിൻ്റെ ഒരു ബാച്ച് പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള PSC നോട്ടിഫിക്കേഷനിലൊക്കെ DLED എന്ന കോഴ്സ് നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ എയ്ഡഡ് സ്കൂളിലാണ് ഇപ്പോൾ അത് നിർബന്ധമാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ എയ്ഡഡ് സ്കൂളിൽ നിർബന്ധമാക്കിയത് കൊണ്ടും അതിൻ്റെ ഉത്തരവ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വിട്ടത് കൊണ്ടും കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്ത് വിട്ടത് കൊണ്ടും ഇതിനുള്ള PSC നോട്ടിഫിക്കേഷനിൽ DLED എന്ന കോഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വാളിഫിക്കേഷൻ ഒരു കോഴ്സാണ്. അത് ട്രെയിനിങ് ക്വാളിഫിക്കേഷനാണ്. നിലവിൽ TTC മലയാളം TTC പോലെ തന്നെ ഹിന്ദി TTC ആണിത്. ഹിന്ദി TTC എന്ന് പറയുമ്പോൾ ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷനാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പേര് വരുന്നത്. അപ്പോൾ നിലവിൽ ഹിന്ദിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ നിലവിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാച്ച് കഴിഞ്ഞ 2019 അവർ ഇട്ടതും അതിനുശേഷം അത് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് 2023 ബാച്ച് അതിൻ്റെ പഠനം കഴിഞ്ഞ ഒരു ബാച്ച് പുറത്തിറങ്ങുകയും പിന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനോ ക്വാളിഫിക്കേഷനായിട്ടോ PSCയിൽ വന്നിട്ടില്ല. പക്ഷേ ഹൈസ്കൂളിലേക്കൊക്കെയാണ് ഈ DLED കോഴ്സ് ആ സമയത്ത് PSC നോട്ടിഫിക്കേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിലിപ്പോൾ അതിൻ്റെ പുതിയൊരു ഉത്തരവ് പ്രകാരം UPയിലേക്കും DLED ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന ഈ ട്രെയിനിങ് കോഴ്സ് നിർബന്ധമാക്കിയിട്ടുള്ള ഉത്തരവ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെയാണ് അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എയ്ഡഡ് സ്കൂളിലാണ്. എയ്ഡഡ് സ്കൂളിൽ ഹിന്ദി UP ലാംഗ്വേജ് ടീച്ചർ എന്ന പോസ്റ്റിലേക്ക് ഹിന്ദി ലാംഗ്വേജ് അധ്യാപകരായിട്ട് കയറുന്നവർക്കാണ് ഈ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലിനി മുന്നോട്ട് PSC നോട്ടിഫിക്കേഷനിലും ഈ DLED നിർബന്ധമാക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ട്രെയിനിങ് ക്വാളിഫിക്കേഷനാണ്. ഈ 2 വർഷത്തെ ഈ കോഴ്സ് വരുന്നത് റെഗുലറായതുകൊണ്ട് മറ്റ് ഏജുള്ളവർക്കും ഒക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഈ ഭൂഷൺ സാഹിത്യാചാര്യ പോലെ നമുക്ക് ഈ കോഴ്സ് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, റെഗുലറായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ പ്രായക്കാർക്കും +2 ഇപ്പോൾ കഴിഞ്ഞവർക്കൊക്കെ കുഴപ്പമില്ല, അവർക്ക് റെഗുലറായി ചെയ്യുന്ന ഒരു സാമ്പത്തിക ഒരു ചുറ്റുപാടായതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിലവിൽ മറ്റ് ജോലിയിൽ ഏർപ്പെട്ടവർക്കും ഏജായവർക്കും ഈ DLED കോഴ്സിന് ഏജ് ക്രൈറ്റീരിയമുണ്ട്. ഒരു 35 വയസ്സ് വരെയൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് ഒരുപാട് പേരുടെ അവർ ഒരു ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഈ കോഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അപ്പോൾ ഈ DLED കോഴ്സ് ഏതായാലും നിർബന്ധം ആകാൻ വളരെ സാധ്യതയുണ്ട്. PSCന് മുന്നോട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് ഈ ഒരു ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ ചോദിക്കും. അതിന് ചിലപ്പോൾ KTETന് അപ്ലൈ ചെയ്യുന്നവർക്കും ഇനി മുന്നോട്ടുള്ള KTETന് ചിലപ്പോൾ ഈ DLED ചോദിക്കോ എന്നും അറിയില്ല. അല്ലെങ്കിൽ JLTക്ക് വിളിക്കുന്ന സമയത്ത് ട്രെയിനിങ് ക്വാളിഫിക്കേഷനായിട്ട് ട്രെയിനിങ് ക്വാളിഫിക്കേഷനായിട്ട് DLED ചോദിക്കോ എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരും മാത്രമേ നമുക്കതിന് വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റ് തരാൻ പറ്റത്തുള്ളൂ, ഒരു വിവരം തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ DLED കോഴ്സ് നിലവിലിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് ക്വാളിഫിക്കേഷനായിട്ടുള്ളത് 2 സ്ഥലത്ത് മാത്രമാണ്, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലുമാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരും 2 ജില്ലകളിൽ മാത്രമാണ് ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷനായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. പിന്നെ പ്രൈവറ്റായിട്ട് ഒരു 3 സ്ഥലത്താണ് പ്രൈവറ്റായിട്ട് ഈ കോഴ്സ് സർക്കാർ അംഗീകാരത്തോടെ സെൽഫ് ഫിനാൻസ് കോളേജ്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഫിനാൻസ് ചെയ്ത് പണമിട്ട് പഠിക്കുന്ന ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ 3 സ്ഥലത്ത് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ആ 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നതാണ്. അപ്പോൾ DLED കോഴ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായും കരുതുന്നു. DLED എന്ന് ട്രെയിനിങ് ക്വാളിഫിക്കേഷനാണ്. നിലവിൽ ഇന്ത്യക്ക് അങ്ങനെ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഭൂഷണും സാഹിത്യാചാര്യം, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരകരുടെ വിശാരദും പ്രവീണും ഈ KTET എഴുതി നമ്മൾ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ
മാസം വന്ന നോട്ടിഫിക്കേഷൻ പോലും PSC അങ്ങനെയാണ് വിളിച്ചത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്തതും എക്സാം എഴുതിയതും എഴുതാൻ പോകുന്നവരൊക്കെ നിലവിൽ ആ ക്വാളിഫിക്കേഷൻ തന്നെ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. JLTക്കൊക്കെ ഭൂഷണും കേറ്ററ്റും മറ്റാണ്. ഇതൊക്കെ ഡിസ്റ്റൻസ് കോഴ്സാണ്. പക്ഷേ ഇതിന് മുന്നോട്ടുള്ളത് ഈ ഡിസ്റ്റൻസ് കോഴ്സ് മാത്രം പോരാ, ട്രെയിനിങ് ക്വാളിഫിക്കേഷനിലൂടെ അവർക്ക് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവാണ് പുറത്തിറക്കിയത്. അതായത് DLED എന്ന ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, മലയാളം TTC ട്രെയിനിങ് പോലെ തന്നെ ഹിന്ദിക്കും ഒരു അധ്യാപകരാകാൻ ട്രെയിനിങ് നിർബന്ധമാക്കിക്കൊണ്ട് 2 വർഷത്തെ ട്രെയിനിങ് ക്വാളിഫിക്കേഷനാണ് അത് പുറത്തിരിക്കും നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. പക്ഷേ PSCൻ്റെ ഒരു നോട്ടിഫിക്കേഷനിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ മുന്നോട്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം വരുന്ന നോട്ടിഫിക്കേഷനിൽ അതിന് അപ്ഡേറ്റ് വരുമോ മാറ്റം വരുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഈ പ്രൈവറ്റ് 2-3 സ്ഥാപനം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് മലബാർ ഹിന്ദി പ്രചാര കേന്ദ്ര, കൊണ്ടോട്ടി മലപ്പുറത്താണ്. മലബാർ ഹിന്ദി പ്രചാര കേന്ദ്ര മലപ്പുറം. ഇവിടെയാണ് 60 സീറ്റാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 30 സീറ്റ് മെറിറ്റ് സീറ്റാണ്. മെറിറ്റ് എന്ന് പറയുമ്പോൾ മാർക്ക് അടിസ്ഥാനത്തിൽ അവർ എടുക്കും. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 70% ടോട്ടൽ +2 ഹിന്ദി അടക്കം +2 പഠിച്ച് 70% മാർക്കുള്ളവർക്ക് ഈ ഇതിൽ കിട്ടും. അതല്ലെങ്കിൽ ഭൂഷണോ സാഹിത്യാചാര്യോ പഠിച്ച് ഈ 10ാം ക്ലാസ്സിന് ശേഷം ഭൂഷണോ സാഹിത്യാചാര്യോ പഠിച്ച് അങ്ങനെ ഹിന്ദി ലെവലിൽ പഠിച്ചവർക്കൊക്കെ അതിൻ്റെ ഗ്രേസ് മാർക്കോടെ 70 മാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഈ മെറിറ്റ് സീറ്റിൽ കിട്ടും. മെറിറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അവിടെ അടക്കേണ്ടത് ഇയർലി ഒരു 30,000 ഫീസ് അടക്കേണ്ടത് ഇയർലി. 2 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് 60,000 അടക്കേണ്ടി വരും. ഒരുമിച്ച് അടക്കേണ്ട ഒരു വർഷം 30,000 വെച്ചിട്ട് ഇത് ഈ ഹിന്ദി പ്രചാര കേന്ദ്ര ഈ പ്രൈവറ്റ് സെൻറ്ററിൽ നിങ്ങൾക്ക് അടക്കേണ്ടി വരും. മാനേജ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്കില്ലാതെ ഒരു ഡയറക്റ്റ് എടുക്കും. അതിനാകുമ്പോൾ ഒരു 5,000 10,000 കൂടും. അതാണ് ഫീസ് നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്ര അടൂരാണ്. പത്തനംതിട്ടയിൽ അടൂരിൽ അവിടെയും ഈ പ്രൈവറ്റ് സെൻറ്റർ ഉണ്ട്. 60 സീറ്റാണ്. ഇതിലും 15 സീറ്റ് മെറിറ്റും 15 സീറ്റും മാനേജ്മെൻറ്റാണ്. അടുത്തായി പെർഫെക്റ്റ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണ മലപ്പുറത്ത് തന്നെ അടുത്ത സെൻറ്ററും കൂടി ഉള്ളത്. പെർഫെക്റ്റ് ഹിന്ദി പ്രചാര ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 സെൻറ്ററാണ് മലപ്പുറത്തുള്ളത്. ഒന്ന് മലബാർ ഹിന്ദി പ്രചാര കേന്ദ്രം, അതുപോലെ തന്നെ പെർഫെക്റ്റ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും. അടുത്ത ഒന്ന് പറഞ്ഞത് ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്ര അടൂർ പത്തനംതിട്ട. ഇതിന് 3 സെൻറ്റർ മാത്രമാണ് നിലവിൽ ഈ പ്രൈവറ്റ് സെൻറ്ററായി DLED ട്രെയിനിങ് കൊടുക്കുന്നുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ 3 സെൻറ്റർ അല്ലാതെ എവിടെയും നിങ്ങൾക്ക് DLED സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എവിടെയും നിങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകാരമില്ലാത്തതാണ്. ഈ 3 സെൻറ്റർ മാത്രമാണ് പ്രൈവറ്റായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സെൻറ്റർ പറഞ്ഞത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരാണ് പറഞ്ഞത്. ടോട്ടൽ 5 സെൻറ്ററാണ് നിലവിൽ ഹിന്ദി ട്രെയിനിങ് DLED നൽകുന്നത്. DLED ഹിന്ദി കോഴ്സ് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. യോഗ്യത കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്. ഒന്നും കൂടി നമുക്ക് യോഗ്യത എന്തൊക്കെയാണ് നോക്കാം. ഹിന്ദി 2 ഭാഷയായി ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം, അതായത് +2 ഹിന്ദി പഠിച്ച പാസ്സായിരിക്കും. അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രചാരസഭയുടെ ഭൂഷൺ പഠിച്ചവർക്ക് ഈ കോഴ്സിന് ചേരാം ട്രെയിനിങ്ങിന്. അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രചാരസഭയുടെ സാഹിത്യാചാര്യോ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരോ വിശാരദോ പ്രവീണോ പഠിച്ചവർക്കും ഈ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏജ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത കുറിച്ചിരിക്കുന്നത്. OBC-കാർക്ക് 3 വർഷത്തെ ഇളവുണ്ട്. അതുപോലെ തന്നെ SC/ST-കാർക്ക് 5 വർഷത്തെ ഇളവും കൊടുത്തിട്ടുണ്ട്. അതായത് HST അവർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റുകാർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് പ്രായപരിധി. സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ ആണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പറഞ്ഞത്. മറ്റ് അവിടുത്തെയും ചോദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സെൻറ്റർ അടുത്തുള്ളവർ ഗവൺമെൻറ് സെൻറ്റർ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് സെൻറ്ററിൽ താല്പര്യമുള്ളവർക്ക് പ്രൈവറ്റ് സെൻറ്ററിലും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കുന്ന ഇതിൽ കൊടുത്തിട്ട് സംവരണം അടിസ്ഥാനത്തിലും അവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇതിൽ മെറിറ്റ് സീറ്റുകൾ അപേക്ഷിക്കാനുള്ള 10/7/2000, അതായത് ഈ മാസം അതായത് ഇപ്പോൾ 5-ാം തീയതി ആയി 10-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിൽ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഫീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ മറ്റ് ഫീസിൻ്റെ അപേക്ഷാ ഫീസാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. മറ്റ് നമ്മളെ ഫീസ് ആ ഫീസായിരിക്കും.
അഡ്മിഷൻ ഫീസ് 100 രൂപ, ട്യൂഷൻ ഫീസ് 1490 രൂപ പ്രതിമാസം, ഡെവലപ്മെൻറ്റ് ഫീസ് 10,000 രൂപ പ്രതിമാസം. അപ്പോൾ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ വരുന്ന നമ്മൾ പറഞ്ഞ പോലെ അത്രയും ഫീസുകൾ ഈടാക്കും. അപ്പോൾ ഇതിന് അടുത്തുള്ളവർ, മലപ്പുറം ജില്ലയിലുള്ളവരും ഒക്കെ കോഴിക്കോട്ടുള്ളവർക്ക് ഈ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രെയിനിങ് നിങ്ങൾക്ക് ചെയ്യാം. ഭൂഷൺ മാത്രം വെച്ചതിന് മുന്നോട്ട് നിങ്ങൾക്ക് CBSE സ്കൂളിലൊക്കെ നിങ്ങൾക്ക്, അതുപോലെ തന്നെ CBSE സ്കൂളിലോ മറ്റ് ഗവൺമെൻറ് പ്രൈവറ്റ് സ്കൂളിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. CBSE സ്കൂളിൽ 1 തൊട്ട് ഹിന്ദി വരുന്നുണ്ട്. 1 തൊട്ട് 7 വരെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് നിലവിലുള്ള ഭൂഷണോ കേറ്ററ്റോ 4 വെച്ച് നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാം. അതൊരു പ്രൈവറ്റ് സ്ഥാപനമായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ യാതൊരു കുഴപ്പമുണ്ടാവില്ല. ട്രെയിനിങ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഗവൺമെൻറ് മേഖലയിൽ മുന്നോട്ട് UP സ്കൂൾ ലാംഗ്വേജ് ടീച്ചർ ആണെങ്കിൽ ഈ DLED കോഴ്സ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ PSC അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ പിന്നീട് ട്രെയിനിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിലവിൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.